ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്തുന്ന KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രവർത്തകരുടെ മുന്നിലേക്ക് പോകാം. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നടത്തിവരുന്ന അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ ഇന്നിപ്പോൾ 11 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രതിഷേധം നടത്തുന്നത്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഓണം ഉത്സവത്തെ പുനഃസ്ഥാപിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടത്? ഗവൺമെന്റ് ഞങ്ങളോട് തന്നെ ഉറപ്പ് പാലിക്കുന്നില്ല. കഴിഞ്ഞ ഞങ്ങൾ ദൂരെ നിന്ന് ധർണ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഞങ്ങളെ വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും വിളിച്ചു, ഇത് നമ്മുടെ LDF കൺവീനറൊക്കെ വന്ന് വിളിച്ച് ഞങ്ങളവിടെ പോയി. പക്ഷേ അന്ന് തന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഈ പെൻഷൻ പരിഷ്കാരം നടപ്പിലാക്കുക, അതാണ് ഏറ്റവും സജീവമായി ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. അത് നടപ്പാക്കാനാണ്. അത് ഇതുവരെയായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴേ അതൊരു മുണ്ടാട്ടം പോലില്ല. എന്താണ് ചെയ്യാത്തതെന്ന് പോലും ചോദിച്ചാൽ നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടു, ധനമന്ത്രിയെ കണ്ടു, അതുപോലെ എല്ലാവരെയും കണ്ടായിരുന്നു. അതിനൊരു ഇല്ല. അപ്പം ആ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു സമരമാണ് പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല ഇപ്പം വാങ്ങിക്കുന്ന പെൻഷൻ ഈ 2011 ഉള്ളതാണ്, 14 വർഷം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്നത്തെ ജീവിത സാഹചര്യം. അപ്പം അതുകൊണ്ടും ഗവൺമെൻറ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെൻറ് അടുത്ത 2 ദിവസം മുമ്പേ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഞങ്ങളെ മാത്രം അവഗണിച്ചു. ഞങ്ങളുടെ പ്രശ്നം കണ്ടില്ല എന്ന് നൽകിയാൽ ഒക്കില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഈ സമര കാലഘട്ടത്തിലിടയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ഇത് വീണ്ടും കൊടുത്തു. പക്ഷേ എന്നിട്ടും ഗവൺമെൻറ് ഞങ്ങളെ അവഗണിക്കുകയെന്ന് അതിന് അവഗണനയ്ക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടുള്ള ഈ സമരം നടക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തി കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾക്ക് അവഗണനയാണോ? അവഗണനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ആ KSRTC രൂപത്തിലെത്തിയതിൻ്റെ ചുമതലകൾ സർക്കാരിന് നിക്ഷിപ്തമാണ്. അതേ അവർ പ്രത്യേകിച്ച് ഇത് ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ അതിന് വേണ്ടതായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെ കടമയാണ്. അത് കൃത്യമായി നിർവഹിക്കാൻ്റെ താല്പര്യക്കുറവാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഗൗരവമായിട്ട് ഈ കാര്യത്തിൽ സർക്കാർ കാണുന്നില്ല. അത് കാണണം എന്നുള്ള ഉദ്ദേശമായി ലക്ഷ്യവെച്ചുകൊണ്ടാണ് 42,000 പെൻഷൻകാരും ഈ രംഗത്ത് വന്ന് ഈ സമരം നടത്തുന്നത്. ഈ സമരം വിജയിച്ചേ ഞങ്ങൾ പിന്തിരിയുന്ന പ്രശ്നമുള്ളൂ. പ്രത്യേക വയോവൃദ്ധങ്ങളായ 56 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഈ പെൻഷൻ മേടിക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കണം. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്നതിനുമുള്ള ഏതെല്ലാം രീതിയിലുള്ള സമരം നടത്താൻ കഴിയുമോ അതെല്ലാം നടത്തിക്കൊണ്ട് ഒട്ടേറെ സമരങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേലിൽ ഇത് ഈ സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് സമരം വിജയിപ്പിച്ച് ഞങ്ങൾ പിന്മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അക്കാര്യം പറയാനുള്ളത്. ഇത് സർക്കാർ കാണുന്ന കാരണം തൊഴിലാളി കർഷക പ്രാമുഖ്യമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. LDF സർക്കാർ തന്നെ ഇടതുപക്ഷ ജനാധിപത്യം എടുത്ത സർക്കാരാണ്. അത് UDFൻ്റെ മാതിരിയല്ല. അപ്പോൾ അതിന് വ്യത്യസ്തമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് അവർ നിർവഹിക്കണം. തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത്, പെൻഷൻകാരെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയാണെന്നുള്ള ബോധം അവരുണ്ടാകണം. അത് മുഖ്യമന്ത്രി ആയാലും ട്രാൻസ്പോർട്ട് മന്ത്രി ആയാലും ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് ആയാലും അത് ശ്രദ്ധിക്കണം എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ധർണ തുടങ്ങി 11 ദിവസമാവുന്നു. അപ്പോൾ ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം? അതെ, പിന്നെ ഞങ്ങൾ ഇത് തീരുന്നവരുടെ പ്രശ്നം പരിഹരിക്കുന്നവരെ ഈ സമരം തുടരും. ഞങ്ങൾ കണ്ടുവരുന്നപ്പം പൈരുവരുന്ന വരുന്നത്. ഇനി ഞങ്ങൾ ഊഴണം. സമരം തീരുന്നില്ലെങ്കിൽ അടുത്ത 11 വന്ന് 12 ഞങ്ങൾ ഇരിക്കണം. അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ അടുത്ത 21 പറഞ്ഞാൽ 22 ഇരിക്കണം. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ഗുരുതരമാണ്. ഒരു പ്രശ്നം തീർക്കില്ല. 14 വർഷം മുമ്പേയിലെ പെൻഷൻ, തുച്ഛമായ പെൻഷൻ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 7 വർഷം നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഫെസ്റ്റിവൽ അലവൻസ് ഓണത്തിന്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷം ചെയ്തൊന്നുമില്ല. 74% DA പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിച്ച് കിട്ടുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. ഡിസംബർ മാസം 3-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം LDF കൺവീനർ ഇവിടെ വന്ന് പിന്നെ നിങ്ങൾ സമരം നടത്താൻ നിങ്ങളുടെ ന്യായമാണ്, നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 10 മാസം ആവുന്ന ഇതുവരെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. നിരന്തരം ഞങ്ങൾ നേതാക്കന്മാർ പിന്നെ മന്ത്രിയും മറ്റേ LDF കൺവീനറും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയോട് കണ്ടു. അവരൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് തീരുന്നവരെ ഞങ്ങൾ സമരം തുടരും. അതുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് ഇത് സംരക്ഷണം ചെയ്യണം കേട്ടോ.
KSRTC-യിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് KSRTC-ക്ക് വേണ്ടി തങ്ങളുടെ നല്ല ജീവിത കാലയളവിൽ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൊരിവെയിലത്ത് ഇങ്ങനെ സമരമിരിക്കുന്നത്. അവരെ കൂടി ജനകീയ സർക്കാർ പരിഗണിക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. അക്കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇവരെയും കൂടി പരിഗണിക്കണം. അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ കൂടി പ്രാധാന്യത്തിലെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.